എടാ, നമ്മൾ ഇന്ന് മനുഷ്യരായിട്ട് ജീവിക്കുകയാണല്ലോ. പക്ഷേ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ശരിക്കും നാം എവിടെ നിന്നായിരിക്കും നമ്മളൊക്കെ വന്നത്? അതായത് നമ്മൾ മനുഷ്യർ എവിടെ നിന്നായിരിക്കും ഉത്ഭവിച്ചത്, എന്നായിരിക്കും ഉണ്ടായത്? നമ്മളിങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടായതല്ലല്ലോ. ഒരു ദിവസം ഒരു പ്രഭാതത്തിൽ ആകാശത്തിൽ നിന്ന് നമ്മൾ പൊട്ടി വീണതൊന്നും അല്ലല്ലോ. നമ്മളെന്ന് ഉദ്ദേശിച്ചത് ശരിക്കും നമ്മുടെ മനുഷ്യവംശത്തെ തന്നെയാണ്, മനുഷ്യവർഗത്തിന്റെ ഉത്ഭവത്തെ പറ്റിയാണ്. അല്ലെങ്കിൽ കുറെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ചാണോ മനുഷ്യൻ രൂപപ്പെട്ടത്? എടാ, നമ്മളെപ്പോലെ തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച ആളാണ് ചാൾസ് ഡാർവിൻ എന്ന സയന്റിസ്റ്റ്. അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച തിയറിയാണ് തിയറി ഓഫ് എവല്യൂഷൻ. ഈ തിയറി ഓഫ് എവല്യൂഷൻ എന്ന സിദ്ധാന്തം പറയുന്നത് ജീവികള് കുറെ വർഷം കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഡാർവിൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ ആണ്. അതായത് പ്രകൃതിയിൽ സർവൈവ് ചെയ്യാൻ കഴിയുന്നവ മാത്രമേ തുടരുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവ ഇല്ലാതാകും, അതായത് നശിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു കാട്ടില് 2 മൃഗങ്ങളുണ്ടെന്ന് കരുതുക. അതില് ഒന്ന് ഭയങ്കര ശക്തനാണ്, മറ്റൊന്ന് ദുർബലനാണ്. അപ്പോൾ ഈ ശക്തനായത് മാത്രമായിരിക്കും കൂടുതൽ ജീവിക്കുക, മറ്റേത് ഓട്ടോമാറ്റിക്കലി നശിച്ചു പോകും, അതായത് ഇല്ലാതാവും. ഇതാണ് പ്രകൃതിയുടെ നിയമം എന്നാണ് ഡാർവിൻ പറഞ്ഞു വെക്കുന്നത്. ഡാർവിൻ തൻ്റെ യാത്രയിൽ ഗലപ്പാഗോസ് ദ്വീപുകളിലെ പക്ഷികളെ അദ്ദേഹം നിരീക്ഷിച്ചു. അതില് അവയുടെ ചുണ്ടുകൾ എല്ലാം നല്ലോണം വ്യത്യസ്തമായിരുന്നു. ചില പക്ഷികൾക്ക് ചെറിയ ചുണ്ട്, ചില പക്ഷികൾക്കോ വലിയ ചുണ്ട്. ഭക്ഷണം എടുക്കാൻ എളുപ്പമായ ചുണ്ടുള്ള പക്ഷികൾ മാത്രം ജീവിച്ചു പോന്നു, മറ്റുള്ളവ ഓട്ടോമാറ്റിക്കലി തന്നെ ഇല്ലാതായി, അതായത് ചത്തുപോയി. ഇതാണ് എവല്യൂഷന്റെ യഥാർത്ഥ ഉദാഹരണം. എടാ, അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ചോദ്യം എന്ന് വെച്ചാല്, ശരിക്കും മനുഷ്യനെപ്പോൾ എങ്ങനെയായിരിക്കും രൂപപ്പെട്ടത്? ഡാർവിൻ പറഞ്ഞത് മനുഷ്യൻ നേരിട്ട് കുരങ്ങിൽ നിന്നൊന്നും വന്നതല്ല, പക്ഷേ മനുഷ്യനും കുരങ്ങും ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ് വന്നതെന്നാണ് ഡാർവിന്റെ സിദ്ധാന്തം പറഞ്ഞു വെക്കുന്നത്. പിന്നീട് വർഷങ്ങളോളം ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ഇന്നത്തെ മനുഷ്യൻ രൂപപ്പെട്ടു എന്നാണ് ഡാർവിന്റെ സിദ്ധാന്തം, അതായത് ദ തിയറി ഓഫ് എവല്യൂഷനിൽ പറഞ്ഞു വെക്കുന്നത്. ശരിക്കും എടാ, ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് മാറ്റം ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്, ഒരു ആവശ്യകതയാണ് എന്നാണ് ശരിക്കും ഈ തിയറി നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. സ്ട്രോങ് ആയവ മാത്രമല്ല, അഡാപ്റ്റ് ചെയ്യുന്നവ കൂടി സർവൈവ് ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എടാ, ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിലും ഒന്നോർത്താൽ സത്യമല്ലേ? അപ്പോൾ ശരിക്കും മനുഷ്യൻ ആരാണ്? ശരിക്കും നമ്മൾ ആരാണ്? പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതമാണോ, അതോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ മാറ്റത്തിന്റെ ഫലമാണോ നമ്മൾ? ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇതിൽ ഇന്നും പല ഗവേഷകർ പഠനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പല ചർച്ചകളും പല അഭിപ്രായ വ്യത്യാസങ്ങളും പല തർക്കങ്ങളും ഇതിനെപ്പറ്റി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എടാ, എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേഷൻ വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാക്സിമം എല്ലാവരിലേക്കും ഈ ഇൻഫോർമേഷൻ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. താങ്ക്